ഈ വർഷവും ഈ 3 ദിവസത്തെ കൺവെൻഷൻ നടത്താൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ അവിടെ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ചത്. ഈ ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളുടെ വല്യപ്പച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഏകദേശം 100 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണയാണ്. അദ്ദേഹം ഈ പ്രദേശത്ത് ഞങ്ങളുടെ അടുത്തൊരു പുരടമുണ്ട്, അവിടെ പന്തലിട്ട് കൺവെൻഷൻ നടത്തുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ കുറേ കാലങ്ങൾ അദ്ദേഹം ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ വീട്ടിൽ പ്രാർത്ഥന നടത്തുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഈയിടെ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ചിന്തയാണ് ഇങ്ങനൊരു കൺവെൻഷൻ നടത്തണം. ഞങ്ങളുടെ ഈ പുരാതനമായ വീട് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് പോയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ തുറന്ന് സുവിശേഷത്തിനായിട്ട് തുറന്നു കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തിനെ കേൾക്കാൻ ഒരവസരം ഉണ്ടാക്കാനുള്ള ചിന്തയിലൂടെയാണ് ഇത് നിർവഹിച്ചത്. അതിനായിട്ട് ഞാൻ എൻ്റെ ഇടവപ്പെട്ടക്കാരൻ മാവേലിക്കര ക്രൈസ്തർസിലെ ഇടവകാരി കണ്ടു, ചെറുകുന്നം ഇടവപ്പെട്ടക്കാരനെ കണ്ടു, മാത്തമ്മയിലെ വികാരിയച്ഛനെ കണ്ടു. ഇവരെ എല്ലാവരും കൺസെൻറ്റോടുകൂടിയാണ് ആദ്യമായിട്ട് ഈ കൺവെൻഷൻ ഇവിടെ ആരംഭിച്ചത്. അവരെല്ലാവരും എല്ലാ ദിവസവും വരികയും അവർ വേണ്ടെന്ന് എന്നെ സഹായിക്കുകയും ചെയ്തു. ഈ 3 സഭയിലെ പട്ടക്കാരോട് ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ 3 പള്ളിയും ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയോട് ചേർന്നാണ് ഈ കൺവെൻഷൻ്റെ ക്രമീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അനേകർ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്ന പള്ളികളിലല്ലാതെ വേറെ കൺവെൻഷനുകളായിട്ട് എനിക്കറിയത്തില്ല. എൻ്റെ കൊച്ചിലെ ധാരാളം കൺവെൻഷനൊക്കെ കൈകളിലൊക്കെ സ്ഥിരം കൺവെൻഷൻ ഉണ്ടായിരുന്നു. പലയിടത്തും അങ്ങനെ കൺവെൻഷൻ ഞാനും പോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇരയായിട്ട് ഇങ്ങനൊരു ദൈവപ്രഘോഷണം കേൾക്കാൻ വിരളമായിട്ട് കണ്ടതുകൊണ്ടെന്നാൽ ഞാൻ തന്നെ അതിന് മുൻകൈ എടുത്തേക്കാം. ഈ പ്രദേശത്ത് വേറെ പട്ടക്കാരുള്ളതായിട്ട് മൂത്തരിൽ അച്ഛനുണ്ടായിരുന്നു. എന്നാൽ വേറെ അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു സ്ഥലവും ആൾക്കാർ കടന്നു വരാനായിട്ടും എല്ലാവരുമായിട്ടും ഞങ്ങൾ ഈ പ്രദേശത്തുള്ളവരുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധം പുലർത്തുന്നതുമായതുകൊണ്ട് ഇവിടെ തന്നെ നടത്താമെന്ന് ആഗ്രഹിച്ചു. നിങ്ങളെല്ലാവരും ക്ഷണിച്ചു. ഞാൻ 10-15 വർഷമായിട്ട് ഈ വൈദിക സെമിനാരിലും അതുപോലെ പള്ളിയിലും പോയിട്ടുള്ളതുകൊണ്ട് അടുത്ത ജനറേഷനുള്ള ആൾക്കാരുമായിട്ടൊരു വലിയ അടുപ്പമില്ലായിരുന്നു. എന്നാൽ അത് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിച്ചു. നിങ്ങൾ ഈ അയൽക്കാരുമായിട്ടൊക്കെ നല്ല സ്നേഹബന്ധമാണ്. നിങ്ങളുടെ ഈ വീട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഇടയ്ക്കൊക്കെ വന്ന് താമസിക്കണമെന്നൊക്കെ അതിലെപ്പോഴും ഞങ്ങളോട് പറയുന്നു. ഞങ്ങൾ വന്ന് വരുന്നു കരയൊക്കെ വൃത്തിയാകുമ്പോൾ ചോദിക്കും, താമസിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പം ഞങ്ങൾ പറയും ഉടനെ ഞാൻ പോവാണ്, കാരണം പാസമയം താമസിക്കുന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ നിങ്ങളെല്ലാവരെയും വീട്ടിൽ വരാൻ ഒരിക്കൽ കൂടെ നിങ്ങളുമായിട്ടൊക്കെ സഹകരിക്കാനൊക്കെ ദൈവം തന്ന വലിയ വലിയൊരു അവസരങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ നിന്ന് എല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്നിവിടെ കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട രാജീവ് പെൻഷൻ അച്ഛന് വളരെ സന്തോഷമായിരുന്നു ഇത് ആരംഭിക്കുന്നത്. അച്ഛൻ കഴിഞ്ഞ വർഷം വന്നതുപോലെ അധ്യക്ഷ പ്രസംഗം നടത്തി, ഈ വർഷവും നടത്തി. അതിൻ്റെ നല്ല വാർത്തകൾ കേൾക്കാൻ നന്ദി. കടന്നു വന്നതിൽ നിങ്ങൾ തോപ്പിൽ കുടുംബത്തിൻ്റെ പേരിലും ഈ ഗുരു വന്നിരിക്കുന്ന ദേവതയും പേരിലുള്ള ഹൃദയമായ നന്ദി അച്ഛനെ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഗായകനായിട്ട് വന്ന വേറൊരു കൂട്ടം ആൾക്കാരാണ് നിങ്ങളുടെ CSA ഉപദേശിമാരെയാണ് വിളിച്ചത്. ഞാൻ ഈ നിലനിൽക്കുന്ന പള്ളിയിൽ പോയപ്പോഴാണ് ഈ അച്ഛനുമായിട്ട് കൂടുതൽ പരിചയപ്പെടാൻ ഇടയായത്. അച്ഛനിങ്ങനെ യൂത്തിൽ മൂവ്മെൻറ്റിൽ വളരെ സജീവമായി പാട്ടിന് നേതൃത്വം നൽകുന്ന ആളാണ്. അപ്പോൾ അച്ഛനെ ക്ഷണിച്ചു. അച്ഛൻ സഹോദരങ്ങളുമായിട്ട് വരാം എന്ന് സമ്മതിച്ചു. അച്ഛൻ ഈ 3 ദിവസവും മലശ്ശേരിയിൽ നിന്ന് വണ്ടി ഓടിച്ച് കുടുംബമായിട്ട് വന്നു. അച്ഛനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിച്ച തമ്പാണ്ടി ജോർജ് സാറുള്ള പ്രത്യേകം നന്ദി പറയാം.
സാറിനെ സഹായിച്ചു. മുമ്പേ രാജ്യത്തും പറഞ്ഞ പോലെ ഞാൻ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ ഒരു പ്രത്യേക ശൈലി ഉപയോഗിച്ചു. അത് അച്ഛൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ദിവസം ഒരു ബിഷപ്പായിരിക്കണം പ്രസംഗിക്കേണ്ടത്, രണ്ടാമത്തെ ദിവസം ഒരു പട്ടക്കാരനായിരിക്കണം, മൂന്നാമത്തെ ദിവസം ഒരു ഐമിനി ആയിരിക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം അത് പ്രകാരമാണ് ആദ്യത്തെ ദിവസം C.V. മാത്യു ബിഷപ്പിനെ വിളിച്ചു. അദ്ദേഹം വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനും ഇവിടെ പ്രഘോഷിച്ചു. രണ്ടാമത്തെ ദിവസം CSIയിലെ പ്രേംജിത്ത് അച്ഛൻ ആണ് വിളിച്ചത്. അപ്പോഴാണ് ഒരു മാസത്തിന് മുമ്പ് അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ അബദ്ധം പറ്റി, ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വൈവാവോസി ഈ 23-ാം തീയതിയാണ്. അച്ഛൻ എനിക്ക് ഡേറ്റ് തന്നിരിക്കുന്ന ദിവസം നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് അച്ഛനോട് ചോദിച്ചു, അച്ഛാ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് എന്നോട് അറിയിക്കുന്നത്. ഞാൻ ഫ്ലെക്സ് എല്ലാം വലിച്ചു കെട്ടി നോട്ടീസ് എല്ലാം അടിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പറയാണ്, ഇങ്ങനെ എൻ്റെ വൈവാവോസിയാണ്, അതുകൊണ്ട് എനിക്ക് അന്ന് വരാനായിട്ട് സാധിക്കത്തില്ല, ഞാൻ വേറൊരാളെ വിടാം എന്ന്. അപ്പോൾ തന്നെ അച്ഛൻ ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, നല്ലതായിട്ട് സുവിശേഷം പറയുന്ന ആളിനെ വേണം, ഞാൻ കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ സാധാരണ കൺവെൻഷനിൽ ക്ഷണിക്കത്തുള്ളൂ, അതുകൊണ്ട് ആ ആളെ എനിക്ക് പരിചയം. അച്ഛൻ പറഞ്ഞ് എന്നെക്കാട്ടും നല്ലതായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്, പക്ഷെ അദ്ദേഹത്തിനും സമയമില്ലാത്തത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യും, അവസാനം വരെ ഞാൻ വെയിറ്റ് ചെയ്യും അച്ഛന് വേണ്ടി. എന്തെങ്കിലും കാരണത്താൽ ഈ വൈവാവോസി മാറ്റി വെക്കുവാണ് അച്ഛൻ വരണം. അച്ഛൻ അങ്ങനെ എഗ്രി ചെയ്യും. പക്ഷേ വൈവാവോസി വേറെ ആൾക്കാരും ആർക്കും ഇതുപോലെ സെയിം ഡേയിൽ ഉള്ളതുകൊണ്ട് അവർ മാറ്റിവെച്ചില്ല. അതുകൊണ്ട് അച്ഛൻ ബാംഗ്ലൂരിൽ പോയി വരാനായിട്ട് സാധിക്കാനുള്ള ദുഃഖം അച്ഛനെ അറിയിച്ചു. അങ്ങനെയാണ് കമാൻഡിംഗ് സാറിന് ഞാൻ പ്രത്യേകം പറയുന്നത്, അച്ഛൻ സാറിൻ്റെ കാര്യം ചെയ്യും, ലാസ്റ്റ് ഡേ എന്നുള്ള ഒരു ദിവസം കൂടെ വന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ സാറ് വന്നു, ഇന്നും വന്നു. അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം പ്രഘോഷിച്ച കമ്പാണ്ടി ജോസ് സാറിനുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കട്ടെ. ഇവിടെ നമ്മളോടൊപ്പം ഈ വായസംഘത്തിൽ നമുക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലോചിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞില്ലയോ, ഡാനിയലും ജേക്കബ് അച്ഛനും ടീമുമാണ്. അച്ഛൻ്റെ സഹോദരൻ ഡേവിഡ് ജേക്കബ്, അദ്ദേഹം നമ്മുടെ GHI സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹം ഇവിടെ വന്ന് പാട്ട് പാടാൻ അദ്ദേഹം വന്നു. അദ്ദേഹത്തിനുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അച്ഛൻ്റെ മകൻ അലൻ ജോർജ് ജാനിയൽ 9ാം ക്ലാസ് പഠിക്കുകയാണ്. മകൻ വന്ന് പാട്ടുപാടി അവൻ എഴുന്നേറ്റ് നടക്കണ്ടോ. ഡേവിഡ് സാറിനെ അറിയാതിരിക്കല്ലോ. അതുപോലെ തന്നെ അച്ഛൻ്റെ മകൾ ഡോണ ഗ്രീസ് ഡേവിഡ് ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഡേവിഡ് സാറിൻ്റെ മോളാണ് ഡോണ. ലിസ് ഗ്രേസ് ഡാനിയൽ അച്ഛൻ്റെ മകൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. 2 ദിവസം സുഖമില്ലായതുകൊണ്ടാണ് ഇത് പഠിച്ചു കഴിഞ്ഞു, സോറി, എഞ്ചിനീയറിംഗ് പാസ്സായി. അച്ഛൻ നമ്മളോടൊപ്പം 2 ദിവസം സുഖമില്ലായതുകൊണ്ടാണ് മകൾ വരാഞ്ഞത്. ഇന്ന് കടന്നു വന്നു. ശാരീരികമായ സുഖമില്ലാഞ്ഞിട്ടും പാട്ടുപാടി നമ്മളെ സഹായിച്ചു. മോളുടെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ജെബിൻ ജെയിംസ് മലശ്ശേരി 9ാം ക്ലാസ് പഠിക്കുന്നവനാണ്. ജെനി വർഗീസ് മലശ്ശേരിയിൽ നിന്ന മകളാണ്. ഇവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ജെറിൻ സാം, അദ്ദേഹം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഓർഗൻ വായിച്ച് നമ്മളെ സഹായിച്ചു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനൊക്കെ കൂടാതെ ഉടമ്പാട് പ്ലേ ചെയ്തത് ജെയ്മോൻ, നമ്മുടെ ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകൻ കാറ്റഗറിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയാണ്, ഒരു അച്ഛൻ്റെ മകനാണ്. ജെയ്മോനോടുള്ള പ്രത്യേക നന്ദി. നമ്മൾക്ക് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്ത് സഹായിച്ചു. പ്രത്യേക നന്ദി ജെയ്മോനോട് അറിയിക്കട്ടെ. പിന്നെ എല്ലാം പിന്നെ നിങ്ങൾ ധാരാളം പ്രാർത്ഥിച്ചു. നോട്ടീസൊക്കെ ഞാൻ കടന്നു വന്നു. വലിയൊരു ഭാരമുള്ള ജോലിയായിരുന്നു. എല്ലാവരെയും പോയി കാണുക, കുറേ പേരെയൊക്കെ വിട്ടുപോയി. ഞാൻ ഈ നിലനിൽക്കുന്നതിലൂടെ വന്നതിന് ശേഷം എല്ലാവരെയും വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമാണ്. എന്നാലും എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. ഇനി അടുത്ത വർഷം ദീപാവലിക്ക് കൺവെൻഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഏത് പള്ളിയിലോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ വന്ന് നോട്ടീസ് വന്നില്ലെങ്കിൽ നിങ്ങൾ വരണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇവിടെ ഈ അച്ഛന്മാരെ കൂടാതെ വിട്ടിമത്തി അച്ഛൻ ഇവിടെ സന്നിഹിതനായിരുന്നു. വ്യാഴാഴ്ചയും ശനിയാഴ്ചയൊക്കെ അദ്ദേഹം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പോയി പ്രാർത്ഥിക്കേണ്ട കല്യാണത്തിന് വിട്ടിമത്തി അച്ഛനാണ് പോയത്. അപ്പം അതുകൊണ്ടാണ് വ്യാഴാഴ്ച അച്ഛൻ വരാൻ സാധിക്കാതെ. അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കൊച്ചമ്മയോട് വന്നിരുന്നു. ഇന്നലെ അച്ഛനെ ഉള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മാവേലിക്കര ക്രൈസ്റ്റ് ഇടവുകാരി ജോർജ് അറിയാൻ അച്ഛനും ഇന്നും അച്ഛന് പ്രോഗ്രാമുണ്ട്.
ഇന്നലെ കടന്നു പ്രസംഗം ചെയ്തിട്ടുള്ള പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. കുരുളെ ഓർജിച്ചൻ അറിയാമല്ലോ, എൻ്റെ അധ്യാപകനാണ്, ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറാണ്. കണ്ണമൂല വൈദ്യ സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ചതാണ്. അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നു. മഹാഡവിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. അച്ഛൻ ക്യാൻസർ രോഗമാണ്. എങ്കിലും അച്ഛനോട് കടന്നു വന്ന് കഴിഞ്ഞ കൺവെൻഷന് 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാവേലിക്കര കൺവെൻഷൻ കല്യാണം ഉള്ളതുകൊണ്ടാണ് കടന്നു വരാൻ സാധിക്കുക. അച്ഛന് വളരെ വിഷമമായിരുന്നു ഈ കൺവെൻഷന് എല്ലാ ദിവസവും സന്നിധനാകാൻ കഴിയാഞ്ഞത്. അച്ഛനെ കൊച്ചനോട് കൊടുക്കുന്ന അച്ഛനുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് കടത്തലാലുള്ള കൃഷ്ണ സോൺസാണ്. കൊച്ചിലെ മുതലേ ഞങ്ങളുടെ വീടുമായിട്ട് വളരെ അടുപ്പമുള്ള വീടാണ്. അവർ നല്ല സൗണ്ട് സിസ്റ്റം അവർക്കുണ്ട്. ഇവിടെ കടന്നു വന്ന് നമ്മളെ സഹായിച്ചവരോട് കൃഷ്ണാസനോടുള്ള നന്ദി അറിയിക്കാറുണ്ട്. അതുപോലെ ഈ 3 ദിവസം ഭക്ഷണം പാകം ചെയ്തത് മോനച്ചൻ സഹോദരി എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. മോനച്ചൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഹരിപ്പാട്ടുള്ളതാണ്. മോനച്ചനാണ് ഇത്രയും പേർക്ക് നിഷ്പ്രയാസം പെട്ടെന്നാണ് വളരെ ഫാസ്റ്റായിട്ട്, ഞാനിങ്ങനെ കണ്ടിട്ടില്ല, വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യും അദ്ദേഹം സഹോദരി. 10 മണിയാകുമ്പോഴേ ഭക്ഷണം എല്ലാം റെഡിയാണ്. അത് അല്ലെങ്കിൽ നമ്മൾ ഈ ടി വിയിലൊക്കെ കുക്കിങ്ങൊക്കെ നമ്മൾ ടി വിയിലൊക്കെ പലരും കാണിക്കാറുണ്ട്. അങ്ങനത്തെ സിസ്റ്റമൊന്നും ഇല്ലെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹം വളരെ രുചികരമായി നമ്മുടെ വീട്ടിൽ അതിലൊരു കെമിക്കലൊന്നും ചേർത്ത ഭക്ഷണങ്ങളല്ല. ഇവിടെ മുളകും മല്ലിങ്ങ എല്ലാം പൊടിച്ച് നമ്മുടെ അയലത്തുള്ള അവർക്കൊരു ഗ്രൈൻഡിംഗ് മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി എല്ലാം പൊടിച്ച് റെഡിയാക്കി എല്ലാം വളരെ ഫ്രൈഡ് ശുദ്ധി എല്ലാം ചെയ്ത പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിഷമടിച്ചതൊന്നുമല്ല. അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്നിടത്തുനിന്ന് വാങ്ങിയാണ്. അങ്ങനെ നല്ല സാധനങ്ങളൊക്കെ വാങ്ങി ഈ ടീമിനെ കൊണ്ടുവന്നു. ഭാര്യയും ഭർത്താവാണ്. വളരെ രുചികരമായ ഭക്ഷണം ഇവിടെ പാകവയ്ക്കും. അവരുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഭാര്യമാർക്ക് അവരോട് അസുഖമുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇതേയുള്ള കാര്യം 300 പേർക്കൊക്കെ ഭക്ഷണം നിഷ്പ്രയാസം, നിങ്ങൾ രാവിലെ വരെ അധ്വാനിക്കുകയാണ് എന്ന് പറയാം. അടുക്കള എന്ന് പറഞ്ഞാൽ വലിയ ജോലിയാണെന്നാണ് അവർ പറയുന്നത്. രാവിലെ 5 വരെ അധ്വാനിക്കുന്നു. ഇത് നിഷ്പ്രയാസം കണ്ടപ്പോൾ അവർക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറി. അതുകൊണ്ട് അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാം സഹായിച്ച പലരുണ്ട്. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഇതിലേക്ക് വരികയായി നിങ്ങൾ ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥനകളോട് കടന്നു വന്നു. എല്ലാവരോടുള്ള നന്ദി. ഈ ദിവസങ്ങളിൽ ഈ വ്യാഴം, വെള്ളി, ശനി ദിവസം സെലക്ട് ചെയ്യാൻ ഞാൻ ചോദിച്ചു. പൂജ ഹോളിഡേ ആണ്. ഞാനിവിടെ അയൽക്കാരോട് ചോദിച്ചു, ഈ പൂജ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വല്ല പ്രോഗ്രാമുണ്ടോ? അപ്പം അവർക്ക് വല്ല ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ ക്ലാഷാകാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു ഒരു ആരാധനയില്ല. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്. ഈ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അവധി ദിവസമാണ്. ഞാൻ എന്നോടും പറഞ്ഞു മക്കളെല്ലാം കൊണ്ടുവരണം. അന്ന് ഈ 3 ദിവസം അവധി ദിവസമാണ്. അപ്പം കുട്ടികൾക്കെല്ലാം വരാനായിട്ട് ഉള്ളൊരു അവസരമുണ്ട്. ദൈവത്തിനെ കേൾക്കാൻ, ഇങ്ങനത്തെ മീറ്റിങ്ങുകൾക്കൊക്കെ പോയി സംബന്ധിക്കാൻ ഒരു പ്രചോദനം. അതിനോട് വേണ്ടിയായിട്ടാണ് ഈ അവധി ദിവസം ഞാൻ ക്രമീകരിച്ചത്. ധാരാളം പേര് കുട്ടികളെ കൊണ്ടുവന്നു. അവരോടുള്ള രക്ഷകർത്താക്കളോടുള്ള നന്ദി ഞാൻ അറിയിക്കാറുണ്ട്. ഞാൻ പലരോടും ഞങ്ങൾ കൺവെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ച് രാത്രിയിലാണ് കൺവെൻഷൻ. അതുകൊണ്ട് ഇന്നലെ അച്ഛൻ രാത്രി വന്നു. അച്ഛൻ ഇങ്ങനെ കേട്ടറിഞ്ഞതേ ഉള്ളൂ. രാത്രിയിൽ ഇന്നലെ ഒരു ബന്ധുക്കോസ് സഹോദരൻ സ്ഥലം ഇവിടെ വന്ന് പറഞ്ഞു, എപ്പോഴാണ് കൺവെൻഷൻ? വൈകിട്ടൊരു 6 മണിയായപ്പോൾ. വൈകിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത്? എല്ലാവരും ചിന്തിച്ചു കൺവെൻഷൻ എന്ന് കേൾക്കുമ്പോൾ രാത്രിയാണെന്നാണ്. ഇത് വ്യത്യസ്തമായിട്ടാണ് രാവിലെ. അതെനിക്ക് പ്രചോദനം തന്ന നമ്മുടെ ബെന്നിയാണ്, സാബു എൻ്റെ വീട്ടിലാണ് ഈ കൺവെൻഷൻ ഞാൻ ആദ്യമേ ഈ രാവിലെ മോർണിംഗ് സെക്ഷൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലെയാണ് ഇവിടെ ആൾക്കാർക്കൊക്കെ വരാൻ സൗകര്യം. രാത്രിയാകുമ്പം വീട്ടിലയച്ച് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പ്രയാസം, കുട്ടികളെ ഇട്ടയച്ച് മാതാപിതാക്കൾക്ക് വരാൻ പ്രയാസം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രാവിലെ ജോലിയൊക്കെ ഒതുക്കി ഞാൻ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കുക്ക് ചെയ്യണ്ട, ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശത്തിൽ പോകാം, ധൃതി വെച്ച് വരണ്ട. അതുകൊണ്ട് ഇങ്ങനെ ക്രമീകരണമൊക്കെ ചെയ്യാൻ വേണ്ടിയായി നിങ്ങൾക്ക് സന്തോഷത്തോടെ കടന്നു വന്ന് നിങ്ങളുടെ തോപ്പിൽ ഫാമിലിയിലെ എല്ലാവരും അവരുടെയും പിന്തുണയോടെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതിന് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്.
മാവലിക്ക ക്രൈസ്റ്റേഴ്സിൽ വന്നിട്ടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. CSI പള്ളിയിൽ നിന്ന് വന്ന് ക്ലാസ് സെക്ഷൻ പള്ളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരോടും നന്ദി ഞാൻ അറിയിക്കുന്നു. മാർത്തോമ ജെറുസലേം മാർത്തോമ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അടുത്തുള്ള പെന്തക്കോസ്ത് സഭയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, കാത്തലിക് നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. എൻ്റെ സ്നേഹിതർ, എൻ്റെ ശിഷ്യർ, വിദ്യാപീഠിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ശിഷ്യർ, അവരെയൊക്കെ ഞാൻ ക്ഷണിച്ചു. ഇവരൊക്കെ വന്നു. എല്ലാവരോടുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകളുള്ള സ്നേഹിതർ, അവർക്കൊരു പക്ഷേ ഈ മൈക്കിൻ്റെ ശബ്ദം കൊണ്ടൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായി കാണാം. എങ്കിലും അവർക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. കാറൊക്കെ പാർക്ക് ചെയ്യുന്നതെല്ലാം അവരുടെ വീടുകളിലാണ്. ഒരു പക്ഷേ അവരുടെ കാർ ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി കാണും. അതൊന്നും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. അവരെല്ലാം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു പോലും ഗേറ്റ് കൂട്ടാതെ പോയി അവർ നമുക്ക് ഏകദേശം കാറൊക്കെ എഴുതാനായിട്ട് എല്ലാവരോടും ചുറ്റുപാടുള്ള എല്ലാ അയൽക്കാരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. അടുത്ത വർഷവും ദൈവം അനുവദിച്ചാൽ ഈ ഒക്ടോബർ മാസം ഏതെങ്കിലും ദിവസം, ഒക്ടോബർ അവസാനം, അടുത്ത വർഷം ഈ പൂജ ഹോളിഡേയ്സ് ഒക്ടോബറിലാണെങ്കിൽ അതിനോടനുബന്ധിച്ച് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോഴേ പ്രാർത്ഥിക്കുക, നല്ല പ്രസംഗം ഇത് വരണം, എല്ലാം കാലാവസ്ഥയൊക്കെ അനുകൂലമാകണം. ദൈവത്തിൽ എത്ര നന്ദി പറയാനും കഴിയില്ല. ഈ തുലാവർഷം മഴയൊക്കെ കുഴപ്പമില്ലായിരുന്നു. എല്ലാ ദിവസവും ഭയങ്കര മഴ വരും. നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്യാതെ എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർത്തു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമുക്ക് കർത്താവിൻ്റെ നമ്മളിവിടെ കേട്ട എല്ലാ കാര്യങ്ങളെയും ഓർത്ത് സമർപ്പിച്ചവരുണ്ട്, ദൈവത്തിന് ഹൃദയം നൽകിയവരുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരുണ്ട്, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചവരുണ്ട്. എല്ലാവരെയും നമ്മെ ഓർത്ത് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലി അവസാനിപ്പിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമത്തിനാക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരികെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ആവശ്യമുള്ള ആഹാരം കടക്കാരോട് ക്ഷമിക്കുന്നത്, കടങ്ങളും പാവങ്ങളോട് ക്ഷമിക്കണം. നല്ല പരീക്ഷയിൽ കിടത്താൻ ദുസ്സമയങ്ങളെ പരിഹരിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുന്നതാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ചുള്ള കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടാകും. എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.